വികലാംഗനാണ് ഞാനും. എനിക്ക് വേറെ ഒരു ജോലിയില്ല. ഞാൻ ലോട്ടറി എടുത്ത് വിൽക്കാൻ നോക്കി. കുറച്ച് ദിവസം ഞാൻ മറിഞ്ഞ് വീണ്. സാറിന്റെ പേരെന്താണ്? എന്റെ പേര് ബാബു. ബാബു. ഗവൺമെന്റ് സർവീസ് റിട്ടയർ ആയതാണ്. ഞാൻ 2014 ഫെബ്രുവരി 20 കയറിയതാണ്. അപ്പൊ 2023 ഓഗസ്റ്റ് 23 ഇറങ്ങി. ഏതാണ്ട് 9 കൊല്ലം കിട്ടി. 9.5 കൊല്ലം. 9 കൊല്ലം കിട്ടി. പങ്കാളിത്ത പെൻഷൻ ഉണ്ട്. പങ്കാളിത്ത പെൻഷനിൽ എനിക്ക് 7,92,032 റുപ്യ കിട്ടി. അതില് എനിക്ക് എന്റെ കയ്യിൽ കിട്ടിയത് 4,75,918 റുപ്യ. അപ്പൊ അതിന്റെ 60%. 60% അങ്ങനെ 4,75,918 റുപ്യ എനിക്ക് കിട്ടി. അങ്ങനെ എനിക്ക് പെൻഷൻ കിട്ടുന്നത് 3,16,384 റുപ്യന്റെ പെൻഷനാണ് ഇപ്പൊ എനിക്ക് കിട്ടുന്നത്. കിട്ടുന്നത് അതിലല്ല, അതിന്റെ ഇൻട്രസ്റ്റ് കിട്ടുന്നത്. അതില് എനിക്ക് കിട്ടുന്നത് വെച്ചാല് 1,746 രൂപയാണ് എനിക്ക് പെൻഷൻ മാസത്തിൽ കിട്ടുന്നത്. 1,746 രൂപ അതാണ് എനിക്ക് കിട്ടുന്നത്. പിന്നെ ഞാൻ ഫസ്റ്റില് എനിക്ക് ജോലി കിട്ടിയ മുന്നേ എനിക്ക് വികലാംഗ പെൻഷൻ ഉണ്ടായിന്, പിന്നെ മഞ്ഞ കാർഡേന്. ഞാൻ പിന്നെ ജോലി കിട്ടിയ ആ സമയത്ത് തന്നെ ഞാൻ കോർപ്പറേഷനിൽ പോയി പറഞ്ഞു എനിക്ക് ജോലി കിട്ടിയിട്ടുണ്ട്, എനിക്ക് ഈ പെൻഷൻ വേണ്ട പറഞ്ഞു. അപ്പൊ ഞാൻ അത് കട്ടായി. പിന്നെ ഞാൻ ഒരു ഇതില് ഞാൻ ശമ്പളം വാങ്ങിക്കുന്ന സമയത്ത് ഓഫീസിൽ നിന്ന് പറഞ്ഞു വെച്ചാൽ ഈ മഞ്ഞ കാർഡ് മാറ്റണം, എന്നാലേ ഞങ്ങൾ ശമ്പളം ചെയ്തുള്ളൂ. അങ്ങനെ ആ മഞ്ഞ കാർഡ് പൊതുവിഭാഗത്തിലേക്ക് വന്ന് നമ്മള് വെള്ള കാർഡിലേക്ക് വായിച്ചു. ഇപ്പം ഈ 5 കിലോ അരിയും ആണ് കിട്ടുക, വേറെ ഒന്നുമില്ല. എന്നുവെച്ചാല് ഒരു മോള് ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു മോളാണ്, ഭാര്യയുള്ളൂ. ഞാനും വികലാംഗനാണ് ഞാനും. എനിക്ക് വേറെ ഒരു ജോലിയില്ല. ഞാൻ ലോട്ടറി എടുത്ത് വിൽക്കാൻ നോക്കി. കുറച്ച് ദിവസം ഞാൻ മറിഞ്ഞ് വീണ്. മുട്ടിനൊക്കെ പരിക്ക് പറ്റി. പിന്നെ എനിക്ക് തുടർന്ന് പോകാൻ കഴിഞ്ഞില്ല. BPLകാർക്ക് കിട്ടുന്ന ഒരു ആനുകൂല്യം മുമ്പ് കിട്ടിയായിരുന്നു, ഇപ്പൊ അത് ഇല്ല, ഒക്കെ ഒഴിവായി പോയി. എന്നുവെച്ചാൽ അതിപ്പോ എല്ലാതും എനിക്ക് കിട്ടിയതുകൊണ്ട് നിൽക്കുന്നതാ, ഒന്നുമില്ല. അപ്പൊ ചുരുങ്ങിയ പൈസ കൊണ്ട് എങ്ങനെ ജീവിക്കും? അതാണ് വികലാംഗം. വേറൊരു ജോലിക്ക് പോകാൻ 60 വയസ്സ് കഴിഞ്ഞിട്ട് വേറൊരു ജോലിക്ക് ആരും എടുക്കുന്നില്ല. എന്നുവെച്ചാല് മറ്റു വല്ല വലിക്കല്ല, ആരോഗ്യമുള്ള ആളെ മോഡലല്ലേ. അതുകൊണ്ട് എനിക്ക് വേറൊരു ജോലിയും കിട്ടുന്നില്ല. റിട്ടയർ ചെയ്ത നേരത്തെ പിന്നെ ഈ 60% അല്ലാതെ വേറെ എന്തെങ്കിലും ആനുകൂല്യം എവിടെന്നെങ്കിലും കിട്ടിയിരുന്നോ സർക്കാർ വക? ഇല്ല, സർക്കാർ വക ഒന്നും കിട്ടിയില്ല. അടിച്ച പൈസ നമ്മളെ ഗ്രാറ്റുവിറ്റി മറ്റേ ഇതില്ല, കൊല്ലത്തിൽ കിട്ടുന്നതിൽ കുറച്ച് പിടിച്ചിന് അവിടെ, അത് കിട്ടി. പിന്നെ PF-ന്റെ കുറച്ച് പൈസ ഞാൻ ഇട്ടത്, അതുകൊണ്ട് അതിലാണ് ഇപ്പൊ കുറച്ച് ഇതായിട്ട് ഇങ്ങനെ ജീവിച്ചു പോരുന്നത്. വേറെ ഒരു ഭാര്യ ജോലി ഉണ്ടോ? ഭാര്യക്ക് ജോലിയില്ല. അപ്പൊ ഇങ്ങനെ നിങ്ങൾ 1,700 ചില റുപ്യാണ് നിങ്ങൾ എങ്ങനെ ജീവിക്കുന്നത്? നിങ്ങളിപ്പോ പങ്കാളിത്ത പെൻഷൻകാരുടെ ഒരു കൂട്ടായ്മയിൽ SNPS CCK എന്ന ഇതിലല്ലേ ഉള്ളൂ. ഇപ്പൊ ഭരണത്തിലിരിക്കുന്ന പാർട്ടികളുടെയും ഇതില് ആദ്യം ഇതിലേന് NGO യൂണിയനിലേന്, പിന്നെ അസോസിയേഷനിലെ നിന്ന്. എന്നുവെച്ചാല് ആദ്യം പറഞ്ഞ പോലെ പെൻഷനൊക്കെ പിൻവലിക്കുന്നു പറഞ്ഞു. അപ്പൊ ലാസ്റ്റ് എന്തെങ്കിലും പിൻവലിക്കാൻ കഴിയില്ല ആദ്യം പറഞ്ഞു. എന്നിട്ട് എന്തെങ്കിലും പെൻഷനിൽ കൂടി കിട്ടും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഓല് ആദ്യം പറഞ്ഞത്. എന്നാ പിൻവലിക്കുന്ന പറഞ്ഞു ഓല്. അതോട് ഞാൻ പിന്നെ കുറെ കാലം കഴിഞ്ഞാല് പിന്നെ അവിടുന്ന് ഇതിലേക്കും വന്നു. അതല്ല അത് നിങ്ങൾ സർവീസിലുള്ള കാലത്ത്. സർവീസ് കഴിഞ്ഞാല് റിട്ടയർ ചെയ്തവർക്ക് വേണ്ടി കുറെ സംഘടനകളുണ്ട്. അത് ഇടതുപക്ഷത്തിന്റെ സംഘടനകളുണ്ട്, പിന്നെ പ്രതിപക്ഷത്തിരിക്കുന്ന സംഘടന. അവരാരും നിങ്ങളെ സമീപിച്ചില്ല. അവരാരും നിങ്ങൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ആരും നോക്കിയില്ല. എന്താ പ്രശ്നം ചോദിച്ചിട്ടില്ല. എങ്ങനെ ജീവിക്കുന്നു ചോദിക്കില്ല. അതാണ് വേറെന്താ നിങ്ങൾ എങ്ങനെ ഇത്ര ഇതില് ജീവിക്കുന്നതാവുന്നില്ല. ഈ ഇത് ഒരു വല്ലാത്ത ദുരിതത്തിലാണല്ലോ ഇപ്പൊ നിങ്ങളുള്ളത്. ഇപ്പൊ ഞങ്ങളൊക്കെ ഈ പങ്കാളിത്ത പെൻഷനിൽ പെട്ടവരാണ്.
അപ്പോ ഞങ്ങളെ മുന്നിൽ ഇപ്പൊ ഒരു വഴി ഇപ്പൊ എന്താ ഉള്ളത്? നിങ്ങള് അഭിപ്രായം പറയും. എന്താണ് ഇപ്പൊ ഞങ്ങളെ പോലുള്ളവർ ഇനി എന്ത് ചെയ്യണം? ഞങ്ങള് ഗവൺമെന്റ് പലതും പറഞ്ഞിട്ടുണ്ട്, ഒന്നും നടപ്പിൽ വരുത്തുന്നില്ല. നമ്മളെ വെറുതെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കല്ലാതെ വേറെ ഒന്നുമില്ല. ഒരു പറയുന്ന പ്രവർത്തനം പറഞ്ഞതല്ല ഒരു ചെയ്യുന്നത്. അതാണ്ടാ അതല്ല ചെയ്യുന്നത്. ഓലിപ്പോ നമ്മള് പ്രതീക്ഷ ഉണ്ടായിന് ഓല് എന്ത് ചെയ്യുന്നുള്ളത്. അതിന്റെ 16 കേറുമ്പോൾ ഇത് പിൻവലിക്കും പറഞ്ഞിട്ടാണ് ഓല് കയറിയത്. പിന്നെ ഓല് എത്ര കാലം കഴിഞ്ഞിട്ട് ഒരു നടപടി അതിനെ പറ്റിയിട്ട് എടുത്തിട്ടില്ല. നമുക്ക് ഈ ചുരുങ്ങി ആൾക്കാർ ഇങ്ങനെ ജീവിക്കുന്നുണ്ട് എന്നുള്ള ഒരു ബോധം ഓൽക്കില്ല. അതാണ്. അപ്പോ പ്രതിഷേധവും പ്രക്ഷോഭവും ഒന്നും അല്ലാതെ വേറെ വഴിയില്ല. അങ്ങനെ തന്നെയേ ഉള്ളൂ. അതും ഓൽക്ക് നടപ്പിൽ ആകുമോന്നുള്ള അറിയില്ല. ഇപ്പൊ മറ്റുവിലക്കാട്ടിയും കഷ്ടമായിട്ടാണ് വില ഭരണത്തിൽ ഇപ്പൊ വരുന്നത്. ആദ്യം ഓല് മറ്റുവില് കൊണ്ടുവന്ന് ഇപ്പൊ ഇവല് അത് പിൻവലിക്കുന്ന പറഞ്ഞ അറബിക്കടലിൽ എറിയെന്ന് പറഞ്ഞ് പിന്നെ അതൊന്നും ചെയ്തില്ല. ഒന്നും ചെയ്തില്ല. അതാണ് ഇത്ര കൊല്ലമായിട്ട് ഒന്നും ചെയ്തില്ല. ഇപ്പൊ നിങ്ങൾക്ക് പിന്നെ നിങ്ങള് ഇന്ത്യയിലെ വേറെ ഏതോ ഒരു സംസ്ഥാനത്തായിരുന്നെങ്കിൽ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിലെ ജീവനക്കാരായിരുന്നെങ്കിൽ നിങ്ങൾക്ക് DCRG കിട്ടുമായിരുന്നു. അത് മാത്രമല്ല 14% കിട്ടും. 14% അതും കിട്ടും. അതെ, പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക തന്നെയാണ് വേണ്ടത്. എന്നാലും ഇപ്പൊ ഒരു തടസ്സമില്ലാത്ത കാര്യമാണ് റിട്ടയർ ചെയ്യുന്നവർക്ക് DCRG 17 ലക്ഷം റുപ്യ വരെയൊക്കെ അത് അനുവദിക്കുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ഒക്കെ അനുവദിക്കുന്നുണ്ട്. അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അപേക്ഷ നമ്മൾ എല്ലാരും കൂടെ കൂടിയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനെ പറ്റിയൊരു മറുപടിയില്ല. അതെ അതിനെ പറ്റി ഒരു മറുപടിയില്ല.